ബൈജു ഈ പറയുന്നതാണ് കാലവർഷം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അന്തർ സംസ്ഥാന പാതയുടെ ഗതാഗതം പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ ഇന്ന് കേന്ദ്ര ഗതാഗത മന്ത്രിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നു. പ്രതീക്ഷ ഇതിലൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുമോ? ഈ തകർന്ന അവശിഷ്ടങ്ങളൊക്കെ മാറ്റാൻ തന്നെ എത്ര കാലമെടുക്കും? മഴക്കാലം എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നാണ് കുറഞ്ഞപക്ഷം അവിടെയുള്ള ഇടതുപക്ഷമെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമാശ്വാസ വാക്കുകളെങ്കിലും പറയുന്നുണ്ടോ? അപർണ, ഇതിൽ ഏറ്റവും പ്രധാനം ഇത് ഈ വർഷം മാത്രം ഇനി ഈ ഒരു ആശങ്ക ഉണ്ടാകുമെന്നതല്ല. ഇതേ രീതിയിലാണ് നിർമ്മാണം നടക്കുന്നതെങ്കിൽ പൂർത്തിയാക്കുന്നതെങ്കിൽ ഓരോ കാലവർഷത്തിലും ഇവിടെ ഇത്തരത്തിൽ അപകട ഭീഷണി ഉണ്ടാവുമെന്നാണ് ഏറ്റവും പ്രധാനം. എന്നാൽ നമുക്ക് കൂടുതൽ പേരുകൊണ്ട് നമുക്ക് കുറച്ച് ആൾക്കാരുടെ അവരുടെ ആശങ്ക കൂടി നമുക്ക് കേൾക്കാമെന്ന് തോന്നുന്നു. എന്താണ് ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ നിലവിലെ അവസ്ഥ പറഞ്ഞാൽ ജനങ്ങൾ ഭീതി കൊണ്ട് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഭീതി കൊണ്ടാണ് ജീവിക്കുന്നത്. ഇതിന്റെ അസ്വസ്ഥമായ നിർമ്മാണം, ഇതിന്റെ പ്ലെയിന് ഇത് ഡിസൈൻ ചെയ്ത ആര് ഡിസൈൻ ചെയ്ത അറിയില്ല. വലിയ ഇറക്കം, ആ ഇറക്കത്തിൽ നിന്ന് നമ്മൾ നാട്ടിലേക്ക് എത്തുമ്പോൾ ലെവലാണ്. അതിന്റെ മുകളിൽ പിന്നെ ഒരു ബ്രിഡ്ജ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു സാധാരണ അരി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ ഇത് എന്താണ് കണ്ടവർ ചോദിക്കുന്നത്, എന്ത് വലിയൊരു പാതാളാക്കി വെച്ചിട്ടുണ്ട്. ഏത് നിമിഷത്തും നിലം പൊത്താം റോഡുകളൊക്കെ. അപ്പോൾ ഇപ്പോൾ മേഘാ കൺസ്ട്രക്ഷൻ്റെ അവർ നമ്മളോട് കോർപ്പറേറ്റ് ചെയ്യാം, നിങ്ങൾ ആവശ്യങ്ങൾ പറയും, അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും പിന്നീട് ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ചട്ടഞ്ചാൽ ടൗൺ പ്രദേശം ദിവസം 15,000-ഓളം ആളുകൾ വന്നു പോകുന്ന പ്രദേശമാണ്. മനസ്സിലാക്കണം. ട്രഷറർ, പോലീസ് സ്റ്റേഷൻ, വില്ലേജ് ഓഫീസ്, 3 ബാങ്കുകൾ, ഒരുപാട് ബാങ്കുകൾ, 4,000-5,000 പഠിക്കുന്ന ഹൈസ്കൂള്, അതിനപ്പുറം 55 UP സ്കൂള്. അവിടത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ല. MIC സ്കൂൾ. ഇതിനെതിരെ നിങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നില്ലേ? ഇനി എന്താണ് ഇതിനൊരു പരിഹാരം? നമ്മളിപ്പോ ഏതായാലും കാലവർഷം തുടങ്ങിയപ്പോൾ തന്നെ ഇത്രത്തോളം ആശങ്കയുണ്ടെങ്കിൽ ഇനി എന്താണ് ഇതിനൊരു പരിഹാരം? ഇതിന് പരിഹാരം എന്നുള്ളത് ഇതിന്റെ പ്ലാനുകൾ അടിപൊളി മാറ്റണം. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റോഡാണെങ്കിൽ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകിയിട്ടുള്ള റോഡ് വികസനം മതി. റോഡ് വികസനത്തിന് ഞങ്ങൾ ആരും എതിരല്ല. ഞങ്ങളെ സ്വത്തിനും ഞങ്ങളുടെ ജീവനും സംരക്ഷണം ഇല്ലാത്ത ഒരു റോഡ് ഞങ്ങൾ അനുവദിക്കൂല. കട്ടായം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും മതസംഘടനകളും മതത്തിന്റെ ആൾക്കാരും സംഘടനക്കാരും തൊഴിലാളികൾ അടക്കം ഒറ്റക്കെട്ടാണ്. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കും. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, ഞങ്ങളെ കുട്ടികൾ പഠിക്കുന്നുണ്ട്, ഞങ്ങളെ ഓട്ടോ തൊഴിലാളികൾക്ക് സ്ഥലമില്ല, ഞങ്ങൾക്ക് പാവപ്പെട്ട രോഗികൾക്ക് നടന്നു പോകാൻ സ്ഥലമില്ല. താൽക്കാലികമായിട്ട് ഈ സൗകര്യങ്ങൾ ഈ മഴക്കാലത്തിന് മുമ്പ് ഞങ്ങൾക്ക് ചെയ്തു തരണം. ഞങ്ങൾക്കിവിടെ ജീവിക്കണ്ടേ? ഞങ്ങൾ എവിടെ പോകേണ്ടത്? ഇതിനപ്പുറം സർവീസ് റോഡില്ല, തെക്കിലേക്ക് കുടിവെള്ളമില്ല, ബാത്റൂമിന്റെ വെള്ളം കിണറ്റില്. ഒരു അവസ്ഥ നോക്ക്. ജനപ്രതിനിധികളെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്, MP വിളിച്ചിട്ടുണ്ട്, MLA വിളിച്ചിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് മാധവനെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കോപ്പറേറ്റ് ചെയ്യുന്ന ആളാ. ഇവിടത്തേക്ക് വരണം, ഞങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരണം. ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ലാന്ന്. ഇനി മരണമാണോ ഞങ്ങൾക്ക് വിധി, അത് തന്നെ തയ്യാർ, ജനങ്ങൾ തയ്യാർ. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഞങ്ങളെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഞങ്ങളുടെ സ്വത്തിന്, ഞങ്ങളുടെ ജീവന്, ഞങ്ങളുടെ മക്കൾക്ക് പഠന സൗകര്യങ്ങൾ, ഇതൊക്കെ ഞങ്ങൾക്ക് വേണം. അതിന് ഞങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരണം. ആ പരിഹാരം ഉണ്ടാക്കി തന്നിട്ട് നല്ല രീതിയിൽ റോഡ് ഉണ്ടായിക്കും. ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതം. ഇതുവരെ ഈ ചട്ടഞ്ചാൽ പ്രദേശത്ത് ഒരു സമരമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ റോഡ് അറിയാം. ഞങ്ങൾക്ക് റോഡ് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ്. എല്ലാവർക്കും അതറിയാം. പക്ഷെ ഇത് ഞങ്ങളെ മേത്ത് കയറിയിട്ടാ നിങ്ങൾ റോഡ് ഉണ്ടാക്കൂ, നിങ്ങൾ ചെയ്യും പോലെ ചെയ്തോന്ന് വെച്ചാൽ നിങ്ങളെ പണത്തിന്റെ മുമ്പിൽ അവിടെ വെച്ചിട്ട് വന്നാൽ ഇത് ജനങ്ങൾ കൂടിയാൽ ഒരു സമരം വിജയിക്കാതിരിക്കുക. ജനങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ കൂട്ടും, ഞങ്ങൾ സമരം ചെയ്യും. അതിനു മുമ്പ് ഞങ്ങൾക്ക് വാക്ക് തരണം, ശരിയാക്കാം. ഈ പാലത്തിന്റെ ഈ താഴെയുള്ള പാലം ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള കുത്തിയിട്ടുള്ള അവിടെ നിങ്ങൾ വണ്ടി പോകുമ്പോൾ അറിയാം അതിന്റെ അലോയ്മെന്റ് തെറ്റാ. ഏത് പ്ലെയിൻ പ്രകാരം നിർമ്മിച്ച ഞങ്ങൾക്ക് മറുപടി തന്നെ. അടിയിൽ ഓപ്പൺ പോണ്ടിഷൻ അതായത് ഒരു 400 മീറ്റർ ആഴത്തിൽ ഓപ്പൺ പോണ്ടിഷൻ എടുത്തിട്ട് അതിന്റെ മുകളിൽ ഒരു പാലം കൊണ്ടുവച്ച ആ പാലം ഇങ്ങനെയുള്ള ഏത് നിമിഷത്തും നിലം പൊത്താം. അശാസ്ത്രീയമായ പാലം നിർമ്മാണം, അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം. നമ്മൾ മറ്റുള്ള കമ്പനിമാരേതല്ല. ഇവർ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഈ ഡ്രെയിനേജ് നിർമ്മിക്കലാണ്. ഇവിടുത്തെ ഈ നാടിന്റെ അവസ്ഥ, വെള്ളത്തിന്റെ പോക്ക് നീക്ക് ശരിയാക്കണം. ആദ്യം ചെയ്യേണ്ടത് അത് ആദ്യം ചെയ്യാണ്ട് ഇവരെ ചെയ്തെന്താ? റോഡ് നിർമ്മാണം. ഈ വെള്ളം എവിടെ പോകും? ഈ വെള്ളം പല സ്ഥലത്തേക്ക് സ്പ്രെഡായിട്ടാണ് പോയിട്ടുള്ള. 15,000-ഓളം ആൾക്കാർ കയറി ഇറങ്ങുന്ന ഒരു ടൗണിന്റെ അവസ്ഥ നിങ്ങൾ പറയണം. നിങ്ങൾ ടൗണിലേക്ക് പോയി നോക്ക്. നടക്കാൻ സ്ഥലമില്ല, ഒരു വണ്ടി വെക്കാൻ സ്ഥലമില്ല, കച്ചവടം ചെയ്യാൻ സ്ഥലമില്ല. ഇവരാരോട് ഈ വിഷമം പറയണ്ടേ? ഇനി മുഖ്യമന്ത്രിയാണോ? ഇനി പൊതുമരാമത്ത് മന്ത്രിയാണോ? ഇനി ഇവിടുത്തെ MLA ആണോ? MP ആണോ? ആരാണ് ഉത്തരവാദി? ഞങ്ങൾ ആരോട് സങ്കടം പറയണം? ഞങ്ങൾ വരാം, സമരത്തിന് ഇരിക്കണോ? ഇതെല്ലാം മീറിയിട്ട് ഞങ്ങൾ പണത്തിന്റെ മുമ്പിൽ ഈ കമ്പനിക്ക് മുമ്പോട്ട് പോകണ ഉദ്ദേശമെങ്കിൽ ഞങ്ങൾ ഒരു കാരണവശാലും വിടൂല.
നേരെയെങ്കിലും നെഞ്ഞിന്റെ വൈദ്യ സ്ഥലം കൊടുത്ത് നാട്ടുകാരാ ഇനി നേരെയല്ലേ മരിക്കാൻ യെസ് ഏതായാലും അവിടെ കാസർഗോഡ് നിന്നുള്ള പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ തിരികെ എത്താം. കെ വി ബൈജു, ഇപ്പോൾ ശ്രീ ഡിജോ കാപ്പൻ